നമ്മൾ നോക്കാൻ പോകുന്നത് അനിമൽ സെല്ലിൻ്റെയും പ്ലാന്റ് സെല്ലിൻ്റെയും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസസ് ആണ്. അനിമൽ സെല്ലിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിൻ എന്നുള്ള ഒരു പോർഷനാണ്. പ്ലാസ്മ മെംബ്രെയിൻ അഥവാ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് അനിമൽ സെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. സോ അത് നമുക്കൊരു ഗേറ്റ് എന്ന് പറയാം, ഒരു ഹൗസിൻ്റെ ഒരു ഗേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ എന്തൊക്കെ സാധനങ്ങൾ ഉള്ളിലോട്ട് കയറണം പുറത്തോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്ന ഒരു മെംബ്രെയിനാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സൈറ്റോപ്ലാസം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഈ ബ്ലൂ പോർഷൻ, സ്കൈ ബ്ലൂ പോർഷൻ കാണുന്നുണ്ടല്ലോ, അതാണ് സൈറ്റോപ്ലാസം ഏരിയ എന്ന് പറയുന്നത്. ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസത്തിലാണ് എല്ലാ ഓർഗനൽസും, ഓരോ ഓർഗനൽസും സൈറ്റോപ്ലാസത്തിനകത്ത് ആണ് കാണപ്പെടുന്നത്. സൈറ്റോപ്ലാസത്തിന്റെ വേറെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കെമിക്കൽ റിയാക്ഷൻസ് ആയാലും അത് ഒക്കർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസമാണ്. ഇത്രയാണ് സൈറ്റോപ്ലാസത്തിന്റെ പ്രത്യേകതകൾ. നെക്സ്റ്റ് വൺ മൈറ്റോകോൺട്രിയ. സോ മൈറ്റോകോൺട്രിയ ഈസ് ലൈക്ക് നമ്മുടെ സെല്ലിന്റെ പവർ ഹൗസ് എന്ന് നമുക്ക് മൈറ്റോകോൺട്രിയെ പറയാം. റെസ്പിറേഷൻ ഒക്കെ ചെയ്യുന്നത് അവിടെയാണ്, എനർജി റിലീസ് നടക്കുന്നുണ്ട്. നമ്മുടെ പവർ ഹൗസ് ആണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിന്റെ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ന്യൂക്ലിയസിനെ ജെനറ്റിക് മെറ്റീരിയൽ എല്ലാം ന്യൂക്ലിയസിനകത്താണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. സെല്ലിന്റെ എല്ലാ പ്രോസസ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിന് CPU പോലത്തെ ഒരു ഫംഗ്ഷനാണ് ന്യൂക്ലിയസിനുള്ളത്. ഈ സെയിം സംഭവം തന്നെ പ്ലാന്റ് സെൽസിലും നമുക്ക് പറയാം. പ്ലാന്റ് സെൽസിൽ അധികമായിട്ട് അനിമൽ സെല്ലിൽ നിന്നും അധികമായിട്ട് എക്സ്ട്രാ പറയേണ്ട 3 കാര്യങ്ങൾ എടുത്ത് പറയാം. അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെൽ വോൾ, പിന്നെ ഒന്ന് ക്ലോറോപ്ലാസ്റ്റ്, വാക്യൂം. സോ ഇത് 3 നമുക്ക് എക്സ്ട്രാ പ്ലാന്റ് സെല്ലിൽ ഒന്ന് നോക്കാം. സെൽ വോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ പ്ലാസ്മ മെംബ്രെയിൻ കൂടാതെ പ്ലാന്റ് സെല്ലിൽ എക്സ്ട്രാ ഒരു ഔട്ടർ പോർഷൻ വരുന്നുണ്ട്, ഔട്ടർ കവറിംഗ് കൂടെ വരുന്നുണ്ട്. സോ അതിനെ നമുക്ക് സെൽ വോൾ എന്ന് പറയാം. സെൽ വോൾ സെല്ലുലോസ് കൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്. സോ പ്ലാന്റ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മൂവ് ചെയ്യാൻ പറ്റാത്ത ഇമ്മൂവബിൾ ആയിട്ടുള്ള ലിവിംഗ് ബീയിങ്സ് ആണ്. സോ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നോണം സെൽ വോൾസ് എല്ലാ സെല്ലിൻ്റെയും പുറത്തും വിസിബിൾ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വാക്യൂൾ ആണ്. വാക്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ് ഫംഗ്ഷൻ? നമ്മുടെ വീട്ടിൽ നമുക്കൊരു സ്റ്റോറേജ് ടാങ്ക് ഉള്ളതുപോലെയാണ് പ്ലാന്റ് സെല്ലിന് വാക്യൂൾ എന്ന് പറയുന്നത്. റിജിഡിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഓർഗനലാണ് വാക്യൂൾ എന്ന് പറയുന്നത്. ബിഗ് സൈസ് ആണ് വാക്യൂൾ എന്ന് പറയുന്നത്. നമുക്കതിനെ സെൽ സാപ്പ് എന്ന് വേണമെങ്കിലും പറയാം. സോ റിജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന, വാട്ടർ ഹോൾഡ് ചെയ്യുന്ന പോർഷനാണ് വാക്യൂൾ. ക്ലോറോപ്ലാസ്റ്റ് നെയിമിൽ തന്നെ ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റിനകത്ത് എന്തായിരിക്കും നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന ഫംഗ്ഷനാണ് നടക്കുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന ഫംഗ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ക്ലോറോഫിൽ വേണം. സോ ആ ക്ലോറോഫിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. സോ ഈ ക്ലോറോഫിലാണ് സൺ എനർജി ട്രാപ്പ് ചെയ്ത് ഫോട്ടോസിന്തസിസ് എനേബിൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്.